നമ്മളിന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റായ സ്റ്റിൽ വി റൈസ് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ സിൻഡ്രല്ലയാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ജോലികളൊക്കെ ആരാണ് ചെയ്യാറുള്ളത്? എല്ലാ ജോലികളും നിങ്ങൾ അമ്മയെ സഹായിക്കാറുണ്ടോ? അല്ലേ? നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ ഉണ്ടാവും അത്? നമ്മൾക്ക് ആകെ കഷ്ടപ്പാടാവും അല്ലേ? എല്ലാ ജോലികളും ഒറ്റയ്ക്ക് എടുക്കണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയല്ല, ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഒരു വീട്ടു ജോലി മുഴുവനും എടുക്കുന്ന ഒരു കുട്ടി. എന്നാൽ കുട്ടിക്ക് വേണ്ടത്ര ഫുഡോ ഡ്രസ്സോ പിന്നെ പരിഗണന ഒന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മളിനി ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ദ സിൻഡർ ഗേൾ. സിൻഡർ എന്ന് പറഞ്ഞാൽ കരി എന്നൊക്കെ പറയും അല്ലേ? കരിച്ചാരം അങ്ങനെയൊക്കെ പറയും. Once upon a time, there was a rich man who lived happily with his wife and a daughter. ഒരിക്കൽ ഒരു ധനികനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം താമസിച്ചിരുന്നു. One day, his wife fell sick. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം പിടിപെട്ടു. When she felt that her end was drawing near, she called her only daughter near her and said, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായ അവളുടെ മരണം ആസന്നമായിട്ടുണ്ട് അല്ലേ, മരണത്തിൻ്റെ സമയം എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവളുടെ മകളെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറയാണ്, ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. അങ്ങനെ അമ്മ മരണാസന്നമായ സമയത്ത് മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് മകളോട് പറയാണ്, ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ്. മകളെ, നീ നല്ലൊരു കുട്ടിയാകണം, നന്മയുള്ളവളും ഭക്തിയുമായിരിക്കണം, അതായത് ദൈവവിശ്വാസമൊക്കെ ഉണ്ടാവണം. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ എല്ലായ്പ്പോഴും സംരക്ഷിച്ചോളും. ഐ വിൽ ലുക്ക് അപ്പോൺ യു ഫ്രം ഹെവൻ ആൻഡ് വിൽ ബി വിത്ത് യു. ഞാൻ സ്വർഗത്തിൽ നിന്നും നിന്നെ നോക്കിക്കൊള്ളാം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയണം മകളോട്. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. ദ മെയ്ഡൻ, അതായത് അങ്ങനെ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ അമ്മ മരിച്ചു. അവളുടെ കണ്ണുകൾ അടച്ചു എന്ന് പറഞ്ഞാൽ അവൾ മരിച്ചു. ദ മെയ്ഡൻ വെൻറ്റ് എവറി ഡേ to her mother's grave and wept and remained pious and good. മെയ്ഡ് എന്ന് പറഞ്ഞാൽ കന്യക, അതായത് വിവാഹം കഴിക്കാത്ത സ്ത്രീ, പെൺകുട്ടി. The maiden went every day to her mother's grave. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവക്കല്ലറ, കുഴിമാടെന്നൊക്കെ പറയില്ല, അങ്ങനെ അമ്മയുടെ ആ ശവക്കല്ലറയുടെ അടുത്തേക്ക് അവൾ ദിവസവും പോവുമായിരുന്നു. ആൻഡ് വെപ്റ്റ്, അങ്ങനെ തേങ്ങി കരയും. ആൻഡ് റിമൈൻഡ് പയസ് ആൻഡ് ഗുഡ്. അങ്ങനെ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല കുട്ടിയും ഭക്തയും ഒക്കെ ആയി തുടങ്ങി. അവളുടെ അമ്മയുടെ വാക്കനുസരിച്ചുകൊണ്ട് അവൾ നല്ലൊരു കുട്ടിയായി. വെൻ വിൻ്റർ കെയിം, ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. വിൻ്റർ വന്നപ്പോൾ ആ ഗ്രേവിലെ ആ കുഴിമാട് എന്ത് ചെയ്തു? മഞ്ഞിനാൽ മൂടപ്പെട്ടു. ദെൻ ദ സൺ കെയിം ഇൻ ദ ഏർലി സ്പ്രിങ് ആൻഡ് മെൽറ്റഡ് അവേ. പിന്നീട് സ്പ്രിങ് സീസൺ, അതായത് വസന്തകാലം വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അതൊക്കെ ആ സൂര്യനിൽ ഇങ്ങനെ അലിഞ്ഞു പോവാൻ തുടങ്ങി, മഞ്ഞൊക്കെ അലിഞ്ഞു പോവാൻ തുടങ്ങി. ഇതിലൂടെ പറയുന്നത്, അതായത് ആദ്യം വിൻ്റർ കാലമായിരുന്നു അല്ലേ, മഞ്ഞുകാലമായിരുന്നു. അപ്പോൾ അത് ആ ശവക്കല്ലറ മഞ്ഞിനാൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾക്കൊക്കെ അത്രയും നല്ല വിഷമമായിരുന്നു. എല്ലാവർക്കും ആ മരണം കഴിഞ്ഞതിലൊക്കെ നല്ല വിഷമമായിരുന്നു. പിന്നെ സ്പ്രിങ് ആയി, അതായത് കാലം കഴിയുന്തോറും അവളുടെ ഉള്ളിലെ ആ ഒരു വിഷമം അതിങ്ങനെ കുറേശ്ശെ അലിഞ്ഞു പോയി. അതായത് അവൾ അതൊക്കെ മറക്കാൻ തുടങ്ങി. സൂൺ സിൻഡ്രല്ലാസ് ഫാദർ മാരീഡ് അഗെയിൻ. അപ്പോൾ അച്ഛനും തന്നെ എന്താണ് മരിച്ച് കുറച്ച് നാളൊക്കെ വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു. The new wife was a proud and unkind woman. അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യ അവൾ വളരെ അഹങ്കാരിയും ദയയില്ലാത്ത ഒരു സ്ത്രീയുമായിരുന്നു.
The new life brought her, the new wife brought her two daughters along with her. അങ്ങനെ ആ ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോൾ അവളുടെ കൂടെ അവൾക്ക് ആദ്യം 2 കുട്ടികളുണ്ട്. ആ 2 പെൺകുട്ടികളെയും അവളുടെ കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. Though they were beautiful and fair in appearance, at heart they were wicked and ugly. അവരെ കാണാൻ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അവരുടെ മനസ്സ് എന്ന് പറയുന്നത് വിക്ഡ് ആൻഡ് അഗ്ലി, അതായത് അത്ര നല്ലൊരു മനസ്സായിരുന്നില്ല, അവർ ദുഷ്ടകളായിരുന്നു. ആൻഡ് ദെൻ ബിഗാൻ ദ എവിൾ ടൈം ഫോർ ദ പുവർ ഗേൾ. അന്ന് മുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സിൻഡ്രല്ലയുടെ കഷ്ടകാലം തുടങ്ങി. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ് ആസ് ദേ. അതായത് അവരവരുടെ മുന്നിൽ ചോദിക്കുകയാണ്, ഇവളും ഈ സ്റ്റുപ്പിഡായിട്ടുള്ള ഇവളും ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ റൂമിലാണോ ഇവളും താമസിക്കുന്നത്? ദോസ് ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ, ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മൈഡ്. അപ്പോൾ അവർ ഇവളെങ്ങനെ എന്താണ് സിൻഡ്രല്ലയോട് വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അങ്ങനെ അവർ ആദ്യം അവളെന്ത് ചെയ്തു? അവളുടെ റൂമിൽ നിന്ന് പുറത്താക്കി. പിന്നെ പറയണത് ദോസ് ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്, അല്ലേ? കഷ്ടപ്പെടാതെ ആരും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കണവരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടണം എന്നൊക്കെ പറയണം. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. ഇവൾ ഈ വീട്ടിലെ ആരുമല്ല, പക്ഷെ ആരാണ്? ഇവൾ ഇന്ന് മുതൽ ഈ വീട്ടിലെ വേലക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു. ദേ ടുക്ക് അവേ ഹെർ പ്രെറ്റി ഡ്രസ്സസ് ആൻഡ് ഫോഴ്സ്ഡ് ഹെർ ടു പുട്ട് ആൻ ഓൾഡ് ഗ്രേ വൺ. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? സിൻഡ്രല്ലയുടെ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അവർ ദൂരേക്ക് വലിച്ചെറിയും. പിന്നെ അവളെയും കൊണ്ടൊരു ഗ്രേ കളറിലുള്ളൊരു, അതായത് ഒട്ടും ഭംഗിയില്ലാത്ത ഡ്രസ്സുകളൊക്കെയാണ് പിന്നീട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദേ ഓൾസോ ഗേവ് ഹെർ വുഡൻ ഷൂസ് ടു വെയർ. പിന്നെ അവർക്ക് നൽകിയിരുന്നത് നല്ല ഷൂ ഒന്നല്ല, മരത്തിൻ്റെ ഷൂ ഒക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹെർ ആൻഡ് സെൻഡ് ഹെർ ടു ദ കിച്ചൺ. അങ്ങനെ ആ 2 സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, അതായത് അവളുടെ സിസ്റ്റേഴ്സ് അല്ല, അമ്മക്ക് വേറെ കല്യാണത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളെയാണ് നമ്മളെന്ത് പറയാം? സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ കളിയാക്കി ചിരിച്ച് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചു? കിച്ചണിലേക്ക് ഉന്തി വിട്ടു. ദ ഷീ വാസ് മെയ്ഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്, ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്. അങ്ങനെ ആ കിച്ചണിൽ അവൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടംപോലെ ജോലികളുണ്ടാകും. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അവൾക്ക് എപ്പോൾ എണീക്കണം? നേരത്തെ, അതിരാവിലെ തന്നെ എണീക്കണം. ഡ്രോ വാട്ടർ, അല്ലേ? വെള്ളം കോരിക്കൊണ്ടുവരണം. മേക്ക് ദ ഫയർ, അതായത് വിറകൊക്കെ കത്തിച്ച് തീയൊക്കെ ഉണ്ടാക്കണം. കുക്ക് ആൻഡ് വാഷ്, കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കണം. ഇൻ ദ ഈവനിങ് ഷീ വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ ആ ദിവസത്തെ മുഴുവൻ ജോലികളും ചെയ്ത് അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹാർത്ത് എമംഗ് ദ സിൻഡേഴ്സ്. അതായത് അവൾക്ക് കിടക്കാൻ ബെഡൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവൾ സിൻഡേഴ്സിൻ്റെ കൂടെ, അതായത് അടുക്കളയിലെ കരിയുടെയൊക്കെ കൂടെയാണ് അവൾ കിടക്കാറുള്ളത്. നിലത്തൊക്കെ ഒരുപാട് കരിയൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിലാണ് അവൾ കിടക്കാറുണ്ടായിരുന്നത്. ഷീ ഓൾവേസ് ലുക്ക് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. എപ്പോൾ നോക്കുമ്പോഴും സിൻഡ്രല്ലയുടെ ദേഹത്ത് അഴുക്കുകളുണ്ടാവും, പൊടിയും ചളിയും ഒക്കെ ഉണ്ടാകും. ആസ് ഷീ സ്ലപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. എന്തുകൊണ്ടാണത്? അവൾ നിലത്താണ്, അടുക്കളുടെ കരി പിടിച്ച നിലത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സിലൊക്കെ ദേഹത്തൊക്കെ ചളി ഉണ്ടാവാറുണ്ട്. സോ ദേ നെയിംഡ് ഹെർ സിൻഡ്രല്ല. അതുകൊണ്ട് തന്നെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ സിൻഡ്രല്ല എന്ന് വിളിക്കാൻ തുടങ്ങി. അതായത് സിൻഡർ ഗേൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, അല്ലേ? കരി പിടിച്ച പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ? അതുകൊണ്ട് തന്നെ അവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചു. ദ മാജിക് ബിഗിൻസ്. അപ്പോൾ ഇനി എന്തോ ഒരു മാജിക് വരാനുണ്ട്, അല്ലേ? സിൻഡ്രല്ലയുടെ കഷ്ടകാലമായിരുന്നു ഇതുവരെ, ഇനി എന്തോ ഒരു മാജിക് അവൾക്ക് വരാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. അങ്ങനെ ഒരിക്കൽ എന്ത് ചെയ്യണേ? ആ രാജ്യത്തെ രാജകുമാരൻ ആ നാട്ടിലുള്ള എല്ലാ യുവതികളെയും ഒരു നൃത്തത്തിന്, അതായത് ഒരു വിരുന്നിൽ നൃത്തത്തിന് വേണ്ടി ക്ഷണിച്ചു. എന്തിനാണ് ക്ഷണിക്കുന്നത്?
പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ് ദം. അവരിൽ നിന്നും, ഈ നാട്ടിലുള്ള സുന്ദരികളിൽ നിന്നും അവൻക്കൊരു രാജകുമാരിയെ കണ്ടെത്തണമായിരുന്നു. സിൻഡ്രല്ലാസ് സിസ്റ്റേഴ്സ് were delighted on hearing this invitations. അങ്ങനെ ഈ ക്ഷണം കേട്ട സമയത്ത് സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സിന് അവർക്ക് നല്ല സന്തോഷം തോന്നി. ദേ സെലക്റ്റഡ് ദ ബെസ്റ്റ് ഗൗൺസ്, ദേ ഡ്രസ്ഡ് ദെയർ ഹെയർസ്. അങ്ങനെ അവർ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അവരുടെ മുടിയൊക്കെ അങ്ങനെ കെട്ടാൻ തുടങ്ങി. ബട്ട് ദേ were not taking Cinderella with them. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, സിൻഡ്രല്ലയെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നില്ല. You can go when beggars hold a ball, they told. അങ്ങനെ അവർ പറയണം, അവളെ കളിയാക്കി പറയാണ്, ബെഗേഴ്സ് അല്ലേ, യാചകർ, ഭിക്ഷക്കാരൊക്കെ വല്ല പാർട്ടി ഉണ്ടാക്കുമ്പോൾ നിനക്ക് അതിന് പോവാം, നീ ഞങ്ങളുടെ കൂടെ വരണ്ടെന്ന് പറഞ്ഞു. കോംബ് അവർ ഹെയർ, ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്. എന്നിട്ട് അവർ അവളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കണം. അതായത് കോംബ് അവർ ഹെയർ, ഞങ്ങളുടെ മുടി കെട്ടിത്തായോ, ബ്രഷ് അവർ ഷൂസ് അല്ലേ, ഷൂ ഒക്കെ പോളിഷ് ചെയ്യേ, അതുപോലെ തന്നെ മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുളത്തൊക്കെ, ഡ്രസ്സിന് കുളത്തൊക്കെ വേണ്ടിട്ടതായോ എന്നൊക്കെ പറയാണ്. വി ആർ ഗോയിങ് ടു ദ പ്രിൻസസ് ബോൾ, ഞങ്ങൾ പ്രിൻസിൻ്റെ ഡാൻസിൽ വിരുന്നിലേക്ക് ഞങ്ങൾ പോവുകയാണ്, നൃത്ത വിരുന്നിലേക്ക് ഞങ്ങൾ പോവുകയാണ്, നീ ഇതൊക്കെ ചെയ്തതായോ എന്ന് അവളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്. വെൻ ഷീ ഹേർഡ് ദിസ് സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ്, ഫോർ ഷീ ടു ലാക്ഡ് ടു ഗോ ടു ദ പാർട്ടി. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ്, സിൻഡ്രല്ലക്ക് അവളുടെ കണ്ണീരൊന്നും അടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, അവൾക്കും ആഗ്രഹമുണ്ട് ആ പാർട്ടിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഷീ ബെഗ്ഡ് ഹെർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹെർ എലോങ്. പിന്നെ അവൾ അവളുടെ സ്റ്റെപ്പ് മദറിനോട്, രണ്ടാനമ്മയോട് യാചിച്ചു, ഞാനും പോട്ടെ എന്നൊക്കെ ചോദിച്ചു. വാട്ട് യു സിൻഡ്രല്ല, ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വാണ്ട് ടു ഗോ ടു ദ ബോൾ? യു ഹാവ് no dress and new shoes, you want to dance. അതായത് അപ്പോൾ അവൾ ചോദിച്ച സമയത്ത് ആ രണ്ടാനമ്മ മറുപടി പറയണു, വാട്ട് യു സിൻഡ്രല്ല, എന്താ നീ പറയുന്നത്? ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, നിൻ്റെ ശരീരത്തിലൊക്കെ ആകെ ഈ ചളിയും മണ്ണൊക്കെയാണ്, ഇങ്ങനെയാണോ നിനക്ക് വിരുന്നിന് പോവേണ്ടത്? യു ഹാവ് നോ ഡ്രസ് ആൻഡ് നോ ഷൂസ്, നിനക്ക് നല്ല ഡ്രസ്സില്ല, ഷൂസ് ഇല്ല, എന്നിട്ട് നിനക്ക് പോകണം അല്ലേ, നിനക്ക് പോയി ഡാൻസ് ചെയ്യണം എന്നൊക്കെ സിൻഡ്രല്ലയുടെ ശകാരിക്കാണ് രണ്ടാനമ്മ. ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല ആൻഡ് ഹറിഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ ടു പ്രൗഡ് ഡോട്ടേഴ്സ്. അതായത് ഷീ ടേൺഡ് ഹെർ ബാക്ക് ടു സിൻഡ്രല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് മുഖം തിരിഞ്ഞു, അതായത് അവളെ സമ്മതിച്ചില്ല. ആൻഡ് ഹറിഡ്ലി സെറ്റ് ഔട്ട് വിത്ത് ഹെർ ടു പ്രൗഡ് ഡോട്ടേഴ്സ്, പിന്നെ അവൾ അവളുടെ രണ്ട് മക്കളെയും ഒരുക്കാൻ തുടങ്ങി, ആ വിരുന്നിലേക്ക് അവരെ അണിയിച്ചൊരുക്കാൻ തുടങ്ങി. When Cinderella lost sight of them, she felt very sad. അങ്ങനെ അവളുടെ രണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ആ പാർട്ടിക്ക് പോയി. അങ്ങനെ അവർ പോയി മറഞ്ഞപ്പോഴേക്കും ഇവൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി അല്ലേ, അവൾക്ക് വല്ലാണ്ട് സങ്കടം വരാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്, അവൾ കരയാൻ തുടങ്ങി. ടിയേഴ്സ് റോൾ ഡൗൺ ഹെർ ചീക്സ്, അവളുടെ മുഖത്തിലൂടെ കണ്ണീരൊക്കെ ഇങ്ങനെ വാർന്നൊലിക്കാൻ തുടങ്ങി. ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ, if my mother had been alive she would have sent me to the ball. അങ്ങനെ സിൻഡ്രല്ല പറയണം. അങ്ങനെ അവൾ കരയുന്ന സമയത്ത് അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മയിലാണ്. എന്നിട്ട് അവൾ പറയാണ്, എൻ്റെ അമ്മ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ തീർച്ചയായും എന്നെ ആ വിരുന്നിലേക്ക് എൻ്റെ അമ്മ എന്നെ പോകാൻ അനുവദിക്കുമായിരുന്നു എന്നൊക്കെ അവൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഓക്കെ.